ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്നുണ്ടല്ലോ അടിപൊളി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പഴം അലുവയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴം അലുവ ഉണ്ടാക്കി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ മോൾട്ടി ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പഴം അലുവ അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്, നിങ്ങൾ എന്തായാലും പെട്ടെന്ന് നോക്കിയിട്ട് വാ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലേ മോൾട്ടി? ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ബനാന അലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബനാന എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് മുറിച്ചിട്ട് ഇതിനൊന്ന് മിക്സിയിൽ അടിച്ച് എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊന്ന് മുറിച്ച് ആദ്യം മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബനാന കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. 1 കിലോ പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് നെയ്യാണ് വേണ്ടത് ഇതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടല്ലോ. ഈ പഴത്തിനെ നമ്മൾ നന്നായി ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരും. കളർ ചേഞ്ചായി വരുന്നവരെ നമ്മൾ നന്നായിട്ട് നിന്ന് ഇളക്കി നല്ല മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് കരിഞ്ഞു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ബനാന കേക്കിലോട്ടുണ്ടല്ലോ കുറച്ച് ബെല്ലപ്പാവ് ഉണ്ടാക്കാൻ പോകണം. ഇവിടെ ഞാനൊരു 1/2 കിലോ ബെല്ലമാണ് എടുത്തിട്ടുള്ളത്. അതിന് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബെല്ലപ്പാവ് റെഡി ആവുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുകി വരണം, അത്രേ വേണ്ടുള്ളൂ. ഓവർ കട്ടിയാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബെല്ലപ്പാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിനൊന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴം മിക്സിലോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുക്കുക. കാരണം നമ്മൾ വെള്ളത്തിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുന്ന എന്തായാലും വെള്ളത്തിൽ കച്ചറ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫിൽറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വെല്ലവും പഴവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പഴവും വെല്ലവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഈ പഴത്തിൽ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നമ്മളൊരു 1-2 പ്രാവശ്യം ഇതേപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് പഴവും ഈ മിക്സിലുണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നെയ്യ് ഇതിൽ ഫുള്ളായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അതുവരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നെയ്യ് ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഇളക്കി നമ്മൾ മിക്സായി വരുമ്പോണ്ടല്ലോ ഇത് ശരിക്കും പാത്രത്തിൽ നിന്ന് വിട്ട് കുറച്ച് കട്ടിയാവാൻ തുടങ്ങും. അതുവരെ നമ്മളിത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കുറച്ച് ക്യാഷ്യൂ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുള്ളതാണ്, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ മിക്സ് ഉണ്ടല്ലോ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഓൾറെഡി ഒരു വിധം മീഡിയം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ അതൊന്ന് നന്നായി ടൈറ്റായിട്ട് നമുക്കിതിനെ വേറെ പാത്രത്തോട്ട് കുറച്ച് തണുത്തതിന് ശേഷം, ചൂടോടെയല്ല കുറച്ച് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഹലുവ ഉണ്ടല്ലോ പഴ ഹലുവ 90% റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അതുകൊണ്ടോ പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടോ, ഹലുവ പരുവായി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹലുവ ഉണ്ടല്ലോ ആടിപ്പൊളി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ ഇത്രയും ടൈറ്റ് ആവണം, എങ്കിൽ മാത്രം നിങ്ങൾ നിർത്താൻ പാടുള്ളൂ. ഈ ടൈറ്റ് ആവുന്ന വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. അതാണ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്തായാലും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ അലുമിനിയം ഫോയിൽ വെച്ച് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹലുവ ഓക്കെ ഇതിലോട്ട് മാറ്റാം.
സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ അലുവ റെഡിയാക്കി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയൊരു 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. 2 to 3 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതെന്തായാലും തണുത്ത് റെഡിയായതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ പഴ അലുവ അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ പഴ അലുവ മുറിച്ചെടുക്കാം. നല്ല സ്മൂത്തിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അലുവയൊക്കെ വേലപ്പറമ്പിൽ അലുവ കിട്ടുമ്പോൾ മുറിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. മണം തന്നെ വരുന്നുണ്ട് കേട്ടോ, സൂപ്പർ മണം. കാരണം ഇതിൽ മൈദയോ വേറെ ഷുഗറൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മുടെ അലുവയൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ആഹാ, എന്തല്ലേ, കാണുമ്പോൾ തന്നെ വായിൽ അടിപൊളിയായിട്ട് വെള്ളം വരുത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ മോൾട്ടി ഉണ്ട്. മോൾട്ടി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. മോൾട്ടി ടേസ്റ്റ് ചെയ്തിട്ട് പറ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ആണോ? അടിപൊളിയായിട്ടുണ്ട്. എന്തറിയോ, സൂപ്പർ കേട്ടോ, ഒരു ബാക്കില്ല കേട്ടോ. എൻ്റെ പൊന്നോ, ഇതിപ്പോൾ 1 കിലോ അല്ല, അതിൽ കൂടുതൽ വേണം തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് അടിച്ച് തീർക്കാണ്ട് ഇതുവരെയും തോന്നുന്നുണ്ട്. കാരണം അത് കിട്ടുമായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഞാനിതൊരു വേറൊരു ചാനൽ ഇതുപോലെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം മൈദ ഇല്ലാത്തതുകൊണ്ട് അലുവ നന്നായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, ഹാർഡായിട്ടുമില്ല, നല്ല രീതിയിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലേ മോൾട്ടി? ഓക്കെ, ബൈ ബൈ. അടിപൊളി. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം. ഓക്കെ ഗൈസ്, ബൈ ബൈ.